പെട്രോൾ, ഡീസൽ, ഗാർഹിക LPG വില വർദ്ധിപ്പിക്കില്ല എന്ന് കൂടി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വാണിജ്യ LPGയുടെ വില വർദ്ധിക്കുവാൻ കാരണം അന്താരാഷ്ട്ര വിപണിയിൽ LPG വില ഉയർന്നതാണ് ഇതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. ഇപ്പോൾ കേരളത്തിലെ ഹോട്ടൽ ഉടമകൾ ഉൾപ്പെടെ പരിതപിക്കുകയാണ്. ഈ ഗ്യാസിന്റെ വില കൂടുന്നത് കാരണം ഹോട്ടലുകൾ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നു എന്നത്. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ വരുന്ന പ്രതികരണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LPG വില വർധനയും അല്ലെങ്കിൽ പരിഷ്കരണവും നടക്കാറുള്ളത് സാധാരണ എല്ലാ മാസവും 1-ാം തീയതിയാണ്. കഴിഞ്ഞ മാസം, അതായത് മാർച്ച് 1-ാം തീയതി ഇതേ രീതിയിൽ തന്നെ വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ മാർച്ച് 7-ന് ഗാർഹിക സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴുണ്ടായ ഈ വില വർധനയുടെ കാരണം അല്ലെങ്കിൽ അതിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി തന്നെയാണ്. ലോകത്തിലെ LPG വിതരണത്തിന്റെ 30% ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില വർദ്ധിക്കില്ല, അതേസമയം വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ ഈ വർധനവ് ഉണ്ടാകുമെന്നും ഇപ്പോൾ അറിയുന്നു. പെട്രോൾ, ഡീസലിന്റെയും വില വർദ്ധിക്കില്ല. പക്ഷേ പെട്രോൾ ഉൽപ്പന്നങ്ങളിൽ പ്രീമിയം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ LPG സിലിണ്ടറുകൾ ഗാർഹിക ആവശ്യത്തിനുള്ളതിന്റെ വില വർദ്ധിക്കില്ല എന്ന് പറയുമ്പോഴും 5 കിലോയുടെ സിലിണ്ടർ, അതാണ് നേരത്തെ കേന്ദ്ര സർക്കാർ വാർത്താ സമ്മേളനം എല്ലാം വിളിച്ച് കുടിയേറ്റ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ലഭ്യമാക്കും എന്ന് അറിയിച്ച 5 കിലോ സിലിണ്ടറിന്റെ വിലയിൽ 50 രൂപയുടെ വർധനവും ഇന്നുണ്ടായിരിക്കുകയാണ്. ശരി, വിഷ്ണു പ്രസാദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.